ഫർണിഷ് യുവർ ഡ്രീം, അതായത് നിങ്ങളുടെ സ്വപ്നങ്ങളെ ഫർണിഷ് ചെയ്യാം. അതിനപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ, ആ ടാഗ്ലൈൻ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് നമ്മുടെ വീട് എങ്ങനെ അലങ്കരിക്കും, ഏറ്റവും നന്നായിട്ട് എങ്ങനെയാണ് ഒരു വീട്ടിലെ ഫർണിച്ചർ ഉണ്ടാക്കുക. അപ്പോൾ സ്വപ്നതുല്യമായ ഒരു വീടാണെങ്കിലും ഓഫീസാണെങ്കിലും ഏത് സംരംഭം നമ്മൾ തുടങ്ങുമ്പോൾ അത് സ്വപ്നതുല്യമായ ഒരു സംഭവം നമ്മൾ ഫർണിച്ചറിലൂടെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു സപര്യമായിട്ട് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നതാണ് ഫൈസൽ സിയോ ഗുഡ് കൗണ്ടി എന്ന ബ്രാൻഡുമായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിലെന്താണ്, ഇഷ്ടംപോലെ നാട്ടിൽ നമുക്ക് ഫർണിച്ചർ ഷോപ്പ് ഉണ്ടല്ലോ, ഇഷ്ടംപോലെ ആൾക്കാർ മരമൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഇതൊന്നുമല്ല, ഇതൊരു പ്രത്യേകതര സംഭവമാണ്. അതായത് ഇന്തോനേഷ്യ എന്ന മനോഹരമായ ഭൂപ്രകൃതിയുള്ള ഒരു സ്ഥലമാണ്, അറിയാലോ. ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്, ആൾക്കാരും അവിടുത്തെ കൾച്ചറൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു ലാൻഡിൽ നിന്ന് എല്ലാ ആൾക്കാർക്കും ആവശ്യമായിട്ടുള്ള മരത്തടി അല്ലെങ്കിൽ വുഡ് അല്ലെങ്കിൽ സോളിഡ് വുഡ്, അതിലുണ്ടാക്കുന്ന മനോഹരങ്ങളായ ഫർണിച്ചറുകൾ, ഇതൊക്കെ ഒരു സ്വപ്നതുല്യമായ ഒരു യാത്രയിലൂടെ നേടിയെടുത്ത് ഇപ്പൊ അത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ഇപ്പൊ നിങ്ങളുടെ പണി, അല്ലേ? കേരളത്തിലാണ് തുടങ്ങിയത്. എങ്ങനെയായിരുന്നു ഈ ഒരു ഇന്തോനേഷ്യയിലേക്ക് എത്തിയത്? നിങ്ങൾ ആക്ച്വലി ബേസിക്കലി യു ആർ എൻ എഞ്ചിനീയർ അല്ലേ? ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയിരുന്നു. ഈ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആവണ്ടല്ലോ, ഒരു മാനുഫാക്ചർ ആവാൻ ഒരിക്കലും ആവശ്യമില്ല. അത് കഴിഞ്ഞ് പിന്നെ MBA നമുക്കറിയാം, മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ ആ ഇതിൽ നിന്നും എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് ഒരു ടേൺ ആയത്? അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലതും എന്താ പറയാ, ഓരോ ഗെയിം ചേഞ്ചറുകൾ സമയത്ത് ലൈഫിൽ പല ടൈമിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ മാറി ചിന്തിക്കുന്ന ഒരു സമയത്ത് എനിക്കിപ്പം, അതായത് ഞാൻ ആദ്യം എഞ്ചിനീയറിങ് ചെയ്ത് കഴിഞ്ഞ സമയത്താണ് അറിയായിരിക്കും എല്ലാം ഡോസ് കമന്റ്സ് കാര്യങ്ങളില് മുഴുവനും ലാബിലിരുന്ന് ശല്യമായിരുന്നു. അപ്പൊ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യുന്ന അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അവിടുന്ന് വിട്ട് MBAയിൽ മാർക്കറ്റിങ്ങും കുറച്ചൊക്കെ എന്താ HR ഒക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ ഹ്യൂമൻ ഇന്ററാക്ഷന്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ അങ്ങനെയും അത് കഴിഞ്ഞിട്ട് പക്ഷെ അവിടെ ഒരു ചെറിയൊരു പ്രശ്നം പറ്റിയത്, ഈ എഞ്ചിനീയറിംഗ് ചെയ്ത് കഴിഞ്ഞ ഉടനെ എനിക്കുണ്ട ഒരു ഫീൽ എന്താ പറയുകയാണെങ്കിൽ, നമ്മൾ കുറച്ചൊക്കെ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണെങ്കിൽ അവര് ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആണ്, അവർ വണ്ടിയെ കുറിച്ച് പറയുന്നു. അപ്പോൾ വണ്ടി റിപ്പയർ ചെയ്യാൻ അറിയില്ല, സർവീസ് ചെയ്യാൻ അറിയില്ല, വണ്ടിയിട്ട് ഓടിക്കാനും അറിയില്ല എന്ന് പറഞ്ഞ മാറ്റത്തെ ഒരു അവസ്ഥയായിരുന്നു എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പോൾ ഉടനെ എനിക്ക് തോന്നിയത്. എന്ത് ചെയ്യും, രണ്ടും അറിഞ്ഞൂടാതെ. പക്ഷെ എനിക്ക് അന്ന് കൗൺസിൽ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യൂ, കുറച്ച് ജോലി എടുക്കൂ, ഏതെങ്കിലും സ്ഥലത്ത് എക്സ്പീരിയൻസ് ആകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പിന്നാലെ വന്നോളൂ എന്ന് പറഞ്ഞു തരാൻ ഒരു കൗൺസിൽ ആ സമയത്ത് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഒരു ചുവടുമാറ്റം ഞാൻ ആഗ്രഹിച്ചിട്ട് അങ്ങനെയാണ് അതെ. അപ്പൊ അങ്ങനെ പോകുന്ന ഒരു പോക്കിൽ എന്താ പറയുക, ഇതേപോലെ തന്നെ ഫർണിച്ചറിലും എത്തിപ്പെട്ടു എന്നുള്ളതാണ്. പിന്നെ അതിന്റെ മുന്നേ ഉള്ള കാലഘട്ടങ്ങളിൽ നോക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ വെസ്റ്റിലോട്ടായിരുന്നു പോയത്. അപ്പോൾ ഈ പ്രാവശ്യം ഒന്ന് ഈസ്റ്റിലോട്ടേക്ക് മാറി പിടിച്ചു എന്നുള്ളതാണ്. അപ്പൊ അതിന് എത്തിപ്പെട്ട ഒരു സ്ഥലം ഇന്തോനേഷ്യ, ആരും ചെയ്യാത്ത. അപ്പൊ അന്ന് ഞാനൊരു അൺഡെവലപ്ഡ് കൺട്രി എന്നുള്ളത് നമുക്ക് കണ്ടത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എന്റെ കാഴ്ചപ്പാടുകൾ മാറി. അപ്പൊ അതുമായിട്ട് എന്താ പറയാ. അപ്പൊ ഈ സമയത്ത് ഇപ്പൊ നിങ്ങളുടെ, എനിക്ക് തോന്നുന്നു പാരമ്പര്യമായിട്ട് ഈ മരക്കച്ചവടം കോഴിക്കോട്ടുകാരനായിട്ടുള്ള സ്വാഭാവികമായിട്ട് അതെ, കല്ലായുടെ തീരത്താണ് അന്ന് പണ്ട് ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ അതൊക്കെ മുന്നിൽ നമുക്ക് ഇതുമായിട്ട് ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് അതിന്റെ കൂടെ പറയാം. അപ്പൊ പറയുന്നതും ഇതേപോലെ എന്താ പറയുക, ഇതിന്റെ ഒരു ഭാഗമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ചിലപ്പോൾ ഇതൊക്കെ അതെ. അപ്പൊ അങ്ങനെ വന്നിട്ട് ഇന്തോനേഷ്യൻ ഫർണിച്ചറിലേക്ക് കടന്നു. ഈ ഇപ്പൊ എത്ര വർഷമായി? ഇപ്പൊ ഒരു 12 വർഷം കഴിഞ്ഞു. ടിംബർലാൻഡ് അവിടുത്തെ ബ്രാൻഡ്. അപ്പൊ അവിടെ എന്താണ്, മാനുഫാക്ചറിങ് ആണോ, എന്താണ് അവിടെ ആക്ച്വലി? അവിടെ ഞങ്ങള് 100% പ്രൊഡക്ഷൻ കമ്പനിയാണ്. അപ്പൊ ഞങ്ങളുടെ ബിസിനസ് മോഡൽ രണ്ട് രീതിയിലുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെയുള്ള റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ്, നാട്ടിൽ മാത്രമല്ല ലോകത്തുള്ള പല സ്ഥലത്തുള്ള റീറ്റെയിൽ ഔട്ട്ലെറ്റ്സിനെ ഫീഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അങ്ങനെ കൊടുക്കുന്നുണ്ട്. അതല്ലാതെ വേറൊരു സെഗ്മെന്റിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട്, അപ്പോൾ ആർക്കിടെക്ട്സ്, ഇന്റീരിയർ ഡിസൈനേഴ്സ് ഒക്കെ തരുന്ന ബിസ്പോക്ക് സാധനങ്ങളൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സാധനങ്ങൾ ഇപ്പോ അവിടുന്ന് പ്രത്യേക രാജ്യത്തേക്കാണ് അയക്കുക, പൊതുവെ ഇന്ത്യയിലേക്ക് എല്ലാ സ്ഥലങ്ങളിലേക്കും കൊടുക്കുന്നത്. അതുപോലെ സൗദി, ഖത്തർ, ബഹ്റൈൻ, ദുബായിലേക്കാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പൊ വന്ന് എക്സിബിഷനൊക്കെ ആൾക്കാരൊക്കെ കണക്ട് ചെയ്യാന്നുള്ളതാണ് എന്റെ ചോദ്യം. അപ്പൊ അങ്ങനെ വരുമ്പോ എന്തിനാണ് ഒരാള് ഇന്തോനേഷ്യൻ ഫർണിച്ചർ ചൂസ് ചെയ്യുന്നത്? വൈ someone has to go for an Indonesian? അതൊരു വീണ്ടും ഒരു വളരെ മനോഹരമായ ഒരു ചോദ്യമാണ്. നമുക്കിപ്പം നമ്മുടെ ഈ ഫാഷന് ട്രെൻഡൊക്കെ സമയാസമയങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ ഇപ്പൊ വീണ്ടും മാറി. നമുക്ക് എന്താ മിനിമലിസ്റ്റിക് അല്ല, അതിന്റെ പിന്നെ കൊളോണിയൽ സ്റ്റൈലിൽ നിന്നൊക്കെ മാറി വന്ന് പിന്നെ മിനിമലിസ്റ്റിക് ആയി.
ഈ ഇപ്പൊ ജപ്പാൻഡി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുതിയ ട്രെൻഡ്സ് ഒക്കെ അങ്ങനെ വരുന്നു. അപ്പൊ ഇതിനൊക്കെ അപ്പുറം കാലത്തിന് അതീതമായിട്ട് ചില കാര്യങ്ങൾ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പം ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സോളിഡ് വുഡൻ ഫർണിച്ചർ ആണെങ്കിൽ അത് എന്നും എന്നും കാലത്തിന് അപ്പുറം നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരർത്ഥത്തിൽ വേൾഡിലെ ഒരു ഫർണിച്ചർ ഹബ്ബാണ് ഇന്തോനേഷ്യയിലൂടെ ഞാനിപ്പോൾ ഉള്ള സ്ഥലം. അവിടുന്ന് സാധനങ്ങൾ ഉണ്ടാക്കി വരിക. ഇന്റർനാഷണലിൽ പോയപ്പോ ഈ ഇനീഷ്യൽ സ്റ്റേജിൽ സ്ട്രഗിൾ ചെയ്തിരുന്നു, അവിടുത്തെ ആൾക്കാരുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഒരുപാട്. കാരണം ഞാൻ അതുവരെ എന്റെ മനസ്സിലുണ്ടായിരുന്നത് ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഏത് സ്ഥലത്തും വിറ്റുപോകുന്ന ഒരു സാധനം എന്നുള്ളതാണ്. ഇന്തോനേഷ്യയിൽ ചെന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ സാധനം ഒരു നിലക്കും നമുക്ക് അവിടെ പരിചയപ്പെടാൻ പറ്റാത്ത കാര്യം. പിന്നെ അന്ന് ഈ പറഞ്ഞ പോലെ ട്രാൻസ്ലേറ്റർ, ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഒന്നും അവൈലബിൾ അല്ലാത്ത കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ചില സഹായങ്ങളും ആ സമയത്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണല്ലോ, ഒന്നും വെറുതെ. അതെ. അപ്പൊ അങ്ങനെ സംഭവിച്ചു പെട്ടതിൽ പിന്നെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്ത് നമ്മളൊരു ട്രേഡിംഗ് നടത്തുന്നതും ഒരു മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ നടത്തുന്നതും രണ്ടാണ്. ഫാക്ടറി നടത്താന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഇറ്റ്സ് നോട്ട് ഈസി ജോബ്. അതെ. അപ്പൊ ആ റിസ്ക് എടുക്കാനുള്ള താല്പര്യം ഉണ്ട്. അതെങ്ങനെയാണ് ആ റിസ്ക് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞാല്, പലപ്പോഴും ഇപ്പൊ യങ് ജനറേഷനിൽ പലർക്കും ഇല്ലാത്തതാണ് ഈ റിസ്ക് എടുക്കാൻ പറ്റൂല എന്നുള്ളത്. പലരും എങ്ങനെയെങ്കിലൊക്കെ ഇങ്ങനെ പോയാൽ മതി എന്നുള്ളതാണ്. ഈ റിസ്ക് എടുത്തോണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു പൊസിഷനിൽ എത്തിയത്. അപ്പൊ ആ റിസ്ക് എടുക്കാനുണ്ടായ ഒരു പ്രചോദനം അല്ലെങ്കിൽ ഒരു ചെയ്ത വികാരം, അത് നമുക്ക് നമ്മുടെ ജോബ് സാറ്റിസ്ഫാക്ഷൻ പല രീതിയിലാണ്. അപ്പൊ നമുക്കിപ്പോ ഒരു ട്രേഡറായിട്ട്, ഞാനിപ്പോ ബേസിക്കലി ഞാനൊരു ട്രേഡർ ആണെങ്കിൽ ഒരു ട്രേഡ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് പല സ്ഥലത്തുനിന്നും പല സോഴ്സിൽ നിന്നും സാധനങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് കൊണ്ടുവരാം, വേറെ അതിന് വേണ്ട കസ്റ്റമേഴ്സിനെ കണ്ടെത്താം, അവർക്ക് കൊടുക്കാം. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മൾ ചെയ്യുന്ന ഒരു ബിസിനസ് അല്ലെ പ്രൊഫഷണലുള്ള സന്തോഷം നമുക്ക് കണ്ടെത്താം. പക്ഷെ അവിടെ നമ്മൾ രണ്ട് എൻഡിലും നമ്മൾ ഏതാണ് മറ്റുള്ളവരുടെ കയ്യിൽ ഡിപ്പെൻഡന്റ് ആണ്. നമ്മുടേതായ നിലയ്ക്ക് സ്വന്തമായിട്ട് നമുക്ക് ഇവിടെ നമ്മുടെ ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഒരു ആള് മനസ്സിൽ അവരെന്താണോ കൺസീവ് ചെയ്യുന്നത് ആ സാധനങ്ങൾ നമുക്ക് യാഥാർത്ഥ്യമാക്കി കൊടുക്കുക. അപ്പൊ ഇവിടെ സത്യത്തിൽ ഞാനൊരു ട്രേഡറിൽ നിന്ന് മാറി ചിന്തിക്കുന്ന എന്താ പറയുന്നത്, ഒരിക്കലും എന്റെ അഭിരുചിയല്ല ഞാൻ ഡെലിവറി ചെയ്യില്ല. കാരണം കസ്റ്റമറുടെ, ആർക്കിടെക്ടിന്റെ, ഇന്റീരിയർ ഡിസൈനറുടെ മനസ്സിൽ അവർ ചെയ്യുന്ന കൺസീവ് ചെയ്യുന്ന ഐഡിയ, പ്രോഡക്റ്റിനെ അതിലേക്ക് എത്തിപ്പിടിക്കാൻ. That's the beauty of manufacturing. അതാണ് ഈ ഒരു സംഭവത്തിന്റെ. അതെ. അപ്പൊ അതിനെപ്പറ്റി ആലോചിച്ചപ്പോഴാണ് ലക്കിലി എനിക്ക് ഇങ്ങനെ ഒരു ടാഗ് ലൈൻ വീണ് കിട്ടിയത്. യുവർ ഡ്രീം ആണ്, അല്ലാതെ എന്റെ ഡ്രീം അല്ല. അത് സ്വാഭാവികമായിട്ടും ഒരു കസ്റ്റമറുടെ ഏത് റിക്വയർമെന്റ്, അത് ഏത് ബിസിനസ്സിലാണെങ്കിലും അവരെന്താണോ ആഗ്രഹിക്കുന്നത്, അവരെന്താണോ സ്വപ്നം കാണുന്നത്, അതിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ആയിട്ട് ഒരു ക്ലബ് ആവുന്നത്, സിങ്ക് ആവുന്നത്. അത് ഇനിയിപ്പോ എന്റെ അടുത്തത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ എന്തുകൊണ്ട് ഫർണിഷിംഗ് ഈ പറഞ്ഞ രീതിയിൽ ഇന്തോനേഷ്യ നമ്മൾ സെലക്ട് ചെയ്യണം? കോസ്റ്റിലാണോ, പെർഫോമൻസിലാണോ, ലാസ്റ്റിംഗിലാണോ, ക്വാളിറ്റി ആണോ, എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്? ഈ പറഞ്ഞതിൽ മൾട്ടിപ്പിൾ കാര്യങ്ങൾ അതിൽ അതിന്റെ ആൻസേഴ്സ് വരുന്നുണ്ട്. ഒന്ന് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഏത് നമ്മളത് കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ആപ്പിൾ കമ്പയർ ചെയ്യണം, അപ്പോഴേ നമുക്ക് ഈ പറഞ്ഞ കമ്പാരിസണിൽ ഒരു അർത്ഥം വരുന്നുള്ളൂ. അപ്പൊ സോളിഡ് വുഡൻ ഫർണിച്ചറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ബെസ്റ്റ് സോഴ്സ് ഇന്തോനേഷ്യ തന്നെയാണ്. ആ കാര്യം എനിക്ക് മാത്രമൊന്നുമല്ല, ഞാൻ അവിടെ ആയതുകൊണ്ടും പറയുന്നതല്ല, ഒരു ബെസ്റ്റ് തീർച്ചയായും. പിന്നെ അവിടുന്ന് രണ്ടാമത്തെ കാര്യങ്ങൾ ഈ പറഞ്ഞ ക്വാളിറ്റി എന്ന് പറയുന്നത്, നമ്മള് ടീക്കിന്റെ കേസിലാണെങ്കിൽ നോർമലി പറയും നിലമ്പൂർ ടീക്ക് ഈസ് ദ ബെസ്റ്റ്. അത് ഞാനും അതിനെ ഡിസ്പ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. കാരണം ഇതൊക്കെ നാച്ചുറൽ പ്രോഡക്ട്സ് ആണ്. ഈ നാച്ചുറൽ പ്രോഡക്ട്സിന്റെ ക്വാളിറ്റി എന്ന് നിശ്ചയിക്കുന്നത് എന്റെ അവിടുത്തെ സോയിൽ കണ്ടീഷൻ, വെതർ കണ്ടീഷൻ, ക്ലൈമാറ്റിക് കണ്ടീഷൻ ഉണ്ടാക്കണല്ല. അപ്പൊ അതുപോലെ തന്നെ ഇതിലുള്ള കുറച്ച് വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണും. പക്ഷെ ടീക്ക് ഈസ് ടീക്ക്. ഓക്കെ, അവിടെ ആയാലും ഇവിടെ ആയാലും ഈ പറയുന്ന ഒരു ചെറിയ ഒരു മാനദണ്ഡങ്ങൾ. അപ്പൊ നമുക്കിപ്പോ ആ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ വേറെ കുറച്ചുകൂടി അഡീഷണൽ ആയിട്ട് പറയേണ്ടി വരും. ഇപ്പൊ തേയില, ചായ നമ്മൾ കഴിക്കുന്നതൊക്കെ എല്ലാ സ്ഥലത്തും തേയിലയാണ്. പക്ഷെ ഡാർജിലിംഗ് ടീയുടെ പ്രൈസ് അല്ല നമ്മുടെ പല വ്യത്യാസങ്ങളുണ്ടാവും. എന്ന് പറഞ്ഞാൽ അത്രയും ഒരു പ്രൈസ് റേഞ്ച് ഇല്ലെങ്കിലും ടീക്കിനുള്ള കാര്യത്തിൽ കുറച്ച് മാറ്റമുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമുക്ക് അവിടെ നല്ല സ്കിൽ ലേബേഴ്സ് ഉള്ളതിനെ കൊണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സാധനങ്ങൾ ഇതാക്കുന്നുണ്ട്. ലോജിസ്റ്റിക്സ് കുറവാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. പിന്നെ ലോജിസ്റ്റിക്സ് ഇപ്പൊ വേൾഡിലെല്ലാം വെൽ കണക്റ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ചെയ്യുന്നതും ഇവിടെ ചെയ്യുന്നതൊക്കെ ഒരേപോലെ ഇരിക്കും. ഇനി അടുത്ത മേജർ ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത്, പൊതുവേ നമുക്കിപ്പം ആൾക്കാർ ആഗ്രഹിക്കുന്നത് കസ്റ്റമൈസ് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്ത് ഇരുന്നിട്ട് നമ്മുടെ ഷെഡിൽ ഇരുന്നിട്ട് ആൾക്കാർക്ക് പണിയണം എന്നുള്ളതാണ്. ടെക്നോളജി അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്കിപ്പം വീഡിയോ കോളിലും മറ്റൊക്കെ വന്നിട്ട് അവർക്ക് ഓരോ സ്റ്റേജിലും ആ ഒരു പ്രോഗ്രസ് കാണിച്ചു കൊടുക്കാൻ പറ്റും. സ്റ്റാറ്റസ് അപ്ഡേറ്റ് എനിക്ക് ഡേ ടു ഡേ ബേസിൽ ചെയ്യാം, അല്ല വീക്ക്ലി ബേസിൽ. അതായത് നിങ്ങളുടെ ഒരു ഫർണിച്ചർ നിങ്ങൾ ചെയ്യാൻ കൊടുത്താല്
അതിനെ ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഉണ്ട്. അവർക്ക് അവരുടെ വീട്ടുമുറ്റത്ത് പോലെ കാണാവുന്നതാണ്. അപ്പൊ മാത്രമല്ല ക്യാമറ കണ്ണിൽ കൂടി കാണുമ്പോഴാണ് ചിലപ്പോൾ ഒരു പക്ഷെ നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് കാണുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പോകും. അപ്പൊ ഞാൻ കുറച്ചുകൂടെ കെയർഫുൾ ആവണം. അപ്പൊ ഇത് ലാസ്റ്റിങ്ങിന്റെ കാര്യത്തിൽ എങ്ങനെയാണ്? ലാസ്റ്റിംഗില് സോളിഡ് വുഡ് ആയതുകൊണ്ട് എനിക്ക് ആദ്യത്തെ ഒരു എന്തായാലും നാച്ചുറൽ പ്രൊഡക്ഷൻ അതിൻ്റെതായ ചില പരിമിതികൾ ഉണ്ടാവും. ഉള്ളിൽ എന്തെങ്കിലും കേടുപാടുകളുണ്ട്, നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടൊന്നുള്ളത് ചെയ്യുന്നത് സംഭവിക്കാം. അപ്പൊ അതിന് നമ്മൾ ഫുൾ 100% വാറണ്ടി കൊടുക്കണം. അതൊന്ന്. ഇനി അതല്ലാത്ത കേസിൽ നമുക്ക് പൊതുവെ ഈ സാധനങ്ങൾ വർഷങ്ങളോളം ഇരുന്നു. അതെ അതെ, നമുക്ക് തലമുറ ടു തലമുറ പാസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ. ഞാൻ നിങ്ങളുടെ വീഡിയോ കണ്ടു, ഒരാള് 9 വർഷം മുമ്പ് ഉണ്ടാക്കി നിങ്ങൾ കൊടുത്ത ഒരു വീട്ടിലെ നാട്ടിലത്തെ ഒരു വീടിന്റെ അതേപോലെ ഇപ്പോഴും അതേ ഫിനിഷിങ്ങില് അതേ ഒരു പോളിഷ്ഡ് ആയിട്ട് സാധനം ഇപ്പോഴും നിൽക്കുന്നുണ്ടെന്നല്ലേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതെ അതെ. അപ്പൊ ഒരുപാട് ആർക്കിടെക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട്, കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആരാണ് നിങ്ങള് ഓഡിയൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഉപഭോക്താക്കൾ? നമ്മുടെ ഉപഭോക്താക്കള് ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്റെ ബിസിനസ് മോഡൽ രണ്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒന്ന്, നമ്മൾ അവിടുത്തെ റീറ്റെയിലേഴ്സിനെ ഫീഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഒരു ഹോൾസെയിലർ എന്നുള്ള നിലക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിലയ്ക്ക് എനിക്ക് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ എംപ്ലോയീസിനെ അവരെ ഐഡിയലായിട്ട് നിർത്തുന്നതിന് പകരം അവരെ എപ്പോഴും എൻഗേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് എന്റെ ബ്രെഡ് ആൻഡ് ബട്ടർ ആണ്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ അതൊരിക്കലും നമുക്കൊരു ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതല്ല. അതേ സമയത്ത് ഈ പറഞ്ഞ ആർക്കിടെക്ട്സിന്റെ ഒക്കെ പ്രോജക്ട്സ് ഒക്കെ വരുമ്പോൾ അതിനു വേണ്ടി നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു പക്ഷെ നമ്മുടെ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് കൂടുതലാണെങ്കിലും ഫൈനൽ വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷങ്ങൾ. പിന്നെ ഇത് തന്നെ മറ്റത് അവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് കണ്ടെയ്നേഴ്സ് ഒക്കെ ഫ്രീക്വന്റ് ആയിട്ട് പോകുന്നതാണ്. അപ്പം ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ടും. അപ്പൊ ആൾക്കാരുടെ കൺഫ്യൂഷൻ എന്താ പറയുകയാണെങ്കിൽ ഞങ്ങൾ കസ്റ്റമൈസ് സാധനം വെറും ഒരു റൂമിലേക്കുള്ള മാത്രമായിട്ട് കിട്ടും എന്നുള്ളതിന്റെ ആൻസറും ഞങ്ങൾക്ക് മറ്റത് സ്ഥിരമായിട്ട് പോകുന്നത് കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റും. ഓക്കെ. ഇപ്പൊ ഈ ദുബായ് എന്താണ് ഈ GCC കൺട്രികളിലേക്ക് വരുമ്പോൾ ഇതിന്റെ കോസ്റ്റ്, ഈ ലോജിസ്റ്റിക്സ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വലിയ മാറ്റം വരുന്നില്ല. ഞാനിപ്പോ അവിടുന്ന് ഇന്തോനേഷ്യയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ത്യയിലേക്ക് അയക്കുന്നതും ദുബായിലേക്ക് അയക്കുന്നതും ഒക്കെ സെയിം ആണ്. കാര്യം അവിടുന്ന് കണ്ടെയ്നർ പ്രൈസസും കാര്യങ്ങളും ഒരു പക്ഷേ ചിലപ്പോൾ ദുബായ് ഇന്ത്യയിലേക്കാളും കുറച്ചുകൂടി ചീപ്പറായിട്ട് വർക്ക്ഔട്ട് ചെയ്യാം. കാരണം അവിടുത്തെ GST ഇവിടുത്തെ വാറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ ഇവിടെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട്. ആ ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സംഭവം എന്തായിരുന്നു? എങ്ങനെയായിരുന്നു അതിനൊക്കെ തരണം ചെയ്തു വന്നത്? തരണം ചെയ്തപ്പോൾ നമുക്ക് ഇപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വെസ്റ്റിൽ കാണുന്ന മാതിരി മിഡിൽ ഈസ്റ്റിൽ കാണുന്ന മാതിരത്തെ ഒരു കുസീനോ ക്ലൈമറ്റോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ വെതറോ ഒക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു ഇന്തോനേഷ്യയിൽ. എസ്പെഷ്യലി നമ്മുടെ കുസീൻ, നമ്മുടെ ഭക്ഷണം, ഫുഡ് ഹാബിറ്റ്സ്. നമ്മളൊക്കെ കുറച്ചുകൂടി സ്പൈസി ആയിട്ട് സാധനങ്ങൾ കഴിച്ച് ശീലിച്ച ആൾക്കാർക്ക് അവിടുത്തെ കുറച്ചുകൂടി മധുരമുള്ള ഫിഷ് ഫ്രൈയും കാര്യങ്ങളൊക്കെ തിന്നുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഇങ്ങനെ അന്വേഷിക്കുമല്ലോ. അപ്പം ഇനീഷ്യൽ ഡേയ്സിൽ എല്ലാവർക്കും ഉള്ള ഒരു സൊല്യൂഷനാണ് KFC പോലത്തെ മൾട്ടിനാഷണൽ സാധനങ്ങളെ ആശ്രയിക്കുക. അതാണ് യൂസ് ആയിട്ട് മുനീർ. അപ്പോൾ അത് കണ്ടപ്പോഴേ നമ്മൾ അവിടെ ഇരുന്നിട്ട് ആലോചിച്ചതാണ് എന്തുകൊണ്ട് നമുക്ക് താമസിച്ചാലും ഒരു സമയം വരുമായിരിക്കും. ഓക്കെ, അത് തന്നെയാണ് അങ്ങനെ വന്നത്. അപ്പൊ ഈ വഴിത്താരയിൽ നമ്മളെ സഹായിച്ചവര്, നമ്മുടെ ഫാമിലി, നമ്മുടെ കൂടെ ഉണ്ട്, എങ്ങനെയാണ് അതിനെ ഓർത്തെടുക്കുന്നത്? എല്ലാം എനിക്ക് ആ സമയത്ത് വളരെ 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 അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പറ്റില്ല, മതി, നിർത്താം എന്നൊക്കെ തോന്നിയ സമയത്തും ഇവരൊക്കെ പലപ്പോഴും മുന്നോട്ട് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് അത് മതി, പക്ഷെ ആ ഒരു നല്ല വാക്ക് തന്നെ ചിലപ്പോൾ നമുക്ക് 2 മാസം ഓടാനുള്ള ഊർജ്ജമായി എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം ഇവിടെ വന്ന സ്ഥിതിക്ക് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ അറബ് രാജ്യങ്ങളിലും അതുപോലെ ഈ കാര്യങ്ങളിലൊക്കെ ഈ അറബ്സിൻ്റെ കൾച്ചർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ രീതിയിലുള്ള പിന്നെ ഫർണിഷിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അത് സത്യത്തിൽ എനിക്ക് അറബ് വേൾഡിലേക്ക് വരിക അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഞാൻ അവിടെ ചെന്ന് ലാൻഡ് ചെയ്ത സമയത്ത് തന്നെ പെട്ടെന്ന് തോന്നിയൊരു കാര്യമാണ്. എത്താനുള്ള സാധ്യതകളുണ്ടെന്ന്. കാരണം അവിടുത്തെ കാലിഗ്രാഫിയും അവിടുത്തെ അറബ് മോട്ടീവ്സിലുള്ള പല സാധനങ്ങളും ഫർണിച്ചറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഓൾറെഡി പല ആൾക്കാരും അതങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പം ഇതിനെന്തായാലും ഒരു അറബ് വേൾഡിൽ അതിനുള്ള മാർക്കറ്റ് ഉണ്ട്. പിന്നെ ട്രെൻഡിനനുസരിച്ചിട്ട് കാര്യങ്ങളൊക്കെ മാറിയപ്പോഴേ ഈ കൊത്തുപണികളുള്ള സാധനങ്ങളൊക്കെ പിന്നീട് മാറി മിനിമലിസ്റ്റിക് ആയി. ആ ഒരു ട്രെൻഡിനനുസരിച്ചിട്ട് ഈ ഇവിടുത്തെ മലബാറിൽ എനിക്ക് തോന്നുന്നു മുമ്പേ അറബ് കൾച്ചർ നമ്മളുടെ വീടുകളിലൊക്കെ പാത്രങ്ങളിലും ജനലിലൊക്കെ നമ്മൾ അത് കാണുന്നുണ്ട്. അപ്പൊ അതും ഒരു പക്ഷേ നമുക്ക് എന്താ പറയുക കാര്യങ്ങൾ പെട്ടെന്ന് കണക്റ്റായി അതുമായിട്ട് കണക്ട് ചെയ്യാനുള്ളത് ഹെൽപ്പ് ചെയ്ത്. അപ്പോൾ ഇവിടുത്തെ ഈ ഫർണിച്ചർ ഷോപ്പുകൾ, അതുപോലെ വലിയ ഫർണിച്ചർ സെൻ്ററുകൾ, അതുപോലെ ഇൻഡിവിജ്വൽ ആൾക്കാർ, ഇവർക്കൊക്കെ നമ്മൾ ഈ ബിസ്പോക്ക് സാധനം ഉണ്ടാക്കി കൊടുക്കുക. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു
മോഡസ് ഓപ്പറാൻഡി നമ്മൾ ഇല്ല കാരണം ഇവിടുത്തെ ഷോപ്പുകാരൊക്കെ സത്യത്തിൽ അവർക്ക് ഒരു കസ്റ്റമർ ഉന്നം വെച്ചിട്ടല്ല അവർ ചെയ്യുന്നത്. അവർക്ക് എന്താണോ ഇവിടെ മാർക്കറ്റിൽ സെയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് സ്റ്റോക്ക് ചെയ്യാന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ട്രെൻഡിനനുസരിച്ച് പോകുമ്പോഴേ അവർ നമ്മളടുത്ത് ഓർഡർ പ്ലേസ് ചെയ്യുന്ന അങ്ങനത്തെ സാധനങ്ങളാണ്. വേറൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ കാണുന്നത്, ഇപ്പോൾ ഒരു ഫർണിച്ചർ ഷോപ്പ്, ആ ഫർണിച്ചർ ഷോപ്പിൽ അവർ ഫർണിച്ചർ വിൽക്കും, ആ സാധനം കൊണ്ട് ഫിക്സ് ചെയ്യും, ഇൻസ്റ്റാൾ ചെയ്യും, വരും. ഇതാണ്. അല്ലാണ്ട് ഒരു പ്രോജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അത് പെട്ടെന്ന് അങ്ങനെ ചെയ്തു കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്ന ആൾക്കാരല്ല എല്ലാവരും. ആയിക്കണമെന്നില്ല. ഇപ്പൊ ചെറിയ ഷോപ്പാണ് പറയുന്നത്. വലിയ ഷോപ്പുകൾ ഓഫ് കോഴ്സ്, വലിയ ഷോപ്പുകളൊക്കെ ഇഷ്ടംപോലെ അതിനുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഇതിനെ എഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ഹാൻഡ് ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ അതിൻ്റെ ആ പ്രൊജക്റ്റ് മുതൽ ഇംപ്ലിമെന്റേഷൻ മുതൽ കംപ്ലീറ്റ് ഒരു കീ ടേൺ പ്രൊജക്റ്റ് ആയിട്ട് കൊടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? ഒരർത്ഥത്തിൽ അതിന്റെ ആൻസർ യെസും നോയുമാണ്. കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഓർഡർ കിട്ടുകയാണെങ്കിൽ അവർക്ക് അത് സ്വന്തം ചെയ്യാൻ പറ്റാത്ത കേസിൽ വുഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളും ടേക്കപ്പ് ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് ഉണ്ടാക്കി സാധനങ്ങൾ ഇവിടെ കൊണ്ടുവരാം. ഈ സാധനങ്ങൾ തന്നെ ഇൻസ്റ്റലേഷന് കാര്യങ്ങളൊക്കെ വേണ്ട ആൾക്കാരെയും ഞാൻ ഇവിടെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അവരുമായിട്ടുള്ളൊരു ടൈപ്പ് ഓൾറെഡി പറഞ്ഞ് സംസാരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം അല്ല നമുക്ക് കറക്റ്റ്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ദുബായ് പിന്നെ നല്ല സ്പീഡിൽ പോകുന്ന ദുബായിയാണ്. എല്ലാം ഇന്ന് ഓർഡർ ചെയ്താൽ ഇന്നലെ കിട്ടണം, നമ്മളൊരു ശൈലിയാണ്. പക്ഷേ അതെ, അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതിൽ നിങ്ങളുടെ ഈ ഡെലിവറിയും ഈ മാനുഫാക്ചറിങ്ങും എങ്ങനെ നമുക്ക് ക്ലബ് ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ള ഒരു കേസിൽ എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പല ആൾക്കാരും എന്നെ വിളിച്ചിട്ട് ചില സാധനങ്ങൾ ആവശ്യപ്പെടുന്നു, എന്നിട്ട് എല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എത്ര പെട്ടെന്ന് ഡെലിവറി ചെയ്യാൻ പറ്റുന്നു പറയുമ്പോൾ അവർക്ക് അവരെ ടാർഗറ്റിൻ്റെ ഇടയ്ക്ക് മീറ്റ് ചെയ്യേണ്ട ഡെഡ് ലൈനിൻ്റെ മുന്നേ എൻ്റെ സാധനം വരില്ല. അതിപ്പം ഞാനിപ്പോൾ ആ സാധനം ഇന്ന് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അവിടുന്ന് ഷിപ്പ് ചെയ്തിട്ട് ഇവിടെ എത്തുമ്പോഴേക്കുള്ള ആ സമയമെങ്കിലും അപ്പോൾ അത് ചിലപ്പോൾ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാരണം കൊണ്ട് കുറേ ബിസിനസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ എനിക്ക് തോന്നുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഡെവലപ്പേഴ്സ്, കൺസ്ട്രക്ഷൻ, അതുപോലെ ഇന്റീരിയർ പിന്നെ ചെയ്യുന്ന ആൾക്കാർ, എഞ്ചിനീയേഴ്സ്, ഇവരൊക്കെ ഈ പറഞ്ഞ കൺസൾട്ടൻസിനൊക്കെ നിങ്ങളുടെ വലിയൊരു ഒരു ആവശ്യം വരും. ഒരുപാട് ആൾക്കാർ ഇവിടെ ഫർണിച്ചർ ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ബട്ട് സ്റ്റിൽ ഇന്തോനേഷ്യയിൽ നിന്ന് ഡയറക്റ്റ്ലി ഒരു മാനുഫാക്ചർ ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ കോസ്റ്റ് എഫക്റ്റീവ് ഉണ്ടാവും. പിന്നെ പ്യൂർലി ഒരു ബീസ്പോക്ക് കസ്റ്റമൈസ്ഡ് ഡിസൈൻ കൊടുക്കാൻ പറ്റും. പിന്നെ അതിനേക്കാളും അവർക്ക് നിങ്ങളുടെ ആ ഡിസൈൻ പ്രോസസ്സിൽ ഇൻവോൾവ് ആവാം, മോണിറ്റർ ചെയ്യാം, ട്രാക്ക് ചെയ്യാം, അത് എവിടെ എത്തി, എൻ്റെ കട്ടിലിൻ്റെ കാലം ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത് പോലെ അറിയാൻ പറ്റും എന്നുള്ളതാണ് അവരുടെ ഒരു അഡ്വാൻറ്റേജ്. പിന്നെ എവർ ലാസ്റ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാവുന്നത്. പിന്നെ അത് അല്ലെങ്കിൽ പോലും നിങ്ങൾ അതിന്റെ ഗ്യാരണ്ടിയും കൊടുക്കുന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ഒത്തു നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഫർണിച്ചറുമായിട്ട് ബന്ധപ്പെട്ട ആർക്കും ഏത് കാര്യത്തിനൊന്നും നിങ്ങളൊന്ന് വിളിച്ചാൽ നിങ്ങൾ സഹായം ചെയ്തു കൊടുക്കും. തീർച്ചയായിട്ടും. ഇനി അതല്ലാതെ ഇനിയിപ്പോൾ എന്താ പറയുക, ഫർണിച്ചർ നീഡിന് വേണ്ടി മാത്രം തന്നെ അവർക്ക് വിളിക്കണമെന്നില്ല. ഏതെങ്കിലും ടിപ്സോ അഡ്വൈസോ ഒക്കെ വേണമെങ്കിൽ അതിനും കോൺടാക്ട് ചെയ്യാം. നമുക്ക് അതൊന്നും ഇപ്പം നമുക്ക് അറിയുന്ന ഒരു നോളജ് ഷെയർ ചെയ്യുന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങളാണ്. ഓഫ് കോഴ്സ്. പിന്നെ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ അതുപോലെ നിങ്ങളുടെ ചാനലിലൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇനി അത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ. എന്തായാലും ആർക്കെങ്കിലും ഇങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഫർണിച്ചറുമായിട്ട് നിങ്ങളുടെ ഡ്രീമുമായിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ, ഫർണിഷ് ചെയ്യണമെന്നെങ്കിൽ അത് ഇൻഡിവിജ്വൽ ആണെങ്കിലും അതിനി നിങ്ങളുടെ വലിയൊരു ടേൺ കീ പ്രൊജക്റ്റിലേക്കാണെങ്കിലും നിങ്ങളൊരു ബിൽഡിങ്ങിലേക്കാണെങ്കിലും ഇനി നിങ്ങളൊരു ഫർണിച്ചർ ഷോപ്പുകാരനാണ്, നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റോക്കൊന്നും എടുത്ത് കൂടുതൽ വെക്കാനൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല, ഇനി നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ആരെങ്കിലും വന്നാൽ ഡിസൈൻ കാണിച്ചു കൊടുത്ത് ഇവിടുത്തെ കാണിക്കാനുള്ള ഡിസൈൻസ് ഉണ്ടല്ലോ. ജാപ്പനീസ് ഐഡിയ മാർക്കറ്റിംഗ് പ്രിൻസിപ്പിൾ അല്ല, ബിസിനസ് പ്രിൻസിപ്പിൾ എന്നതല്ല, ജസ്റ്റ് ഇൻ ടൈം. അതൊക്കെ നോക്കി കാണിച്ചു കൊടുത്തിട്ട് ആ സാധനം നമ്മൾ എത്തിച്ചേരാന്ന് പറഞ്ഞ 1 മാസം 2-3 മാസം സമയം എടുത്ത് അത് കണ്ടെയ്നറിലൂടെ എത്താനുള്ള സാഹചര്യം ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഗീവ് എ പെർഫെക്റ്റ് ബ്ലെൻഡ് ഓഫ് ഡ്രീംസ്, എല്ലാം കൂടിയിട്ട് ഒന്ന് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് അവർക്ക് കിട്ടുന്നൊരു ഫീല് അവർ മാർക്കറ്റ് ചെന്ന് മേടിച്ചതിനേക്കാളും ഇത് എൻ്റെ കുഞ്ഞാണ് എന്നുള്ളൊരു ഫീല്. കാരണം അതിന്റെ ഓരോ പ്രോസസ്സിലും അവർ അതിനെ കണ്ട് മനസ്സിലാക്കി അഭിപ്രായം പറഞ്ഞ് എത്തിയ സാധനങ്ങൾ. ഓക്കെ. അപ്പോൾ എന്തായാലും ഫർണിഷ് യുവർ ഡ്രീംസ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റുമായിട്ട് വുഡ് കൗണ്ടി എന്ന വലിയൊരു ബ്രാൻഡുമായിട്ട്, അതായത് ഇന്തോനേഷ്യയിൽ ടിംബർ ലാൻഡ് എന്നുള്ള ബ്രാൻഡിലുള്ള മാനുഫാക്ചറിങ് യൂണിറ്റ്, ഒരു എഞ്ചിനീയർ ടേൺഡ് MBA ഇൻടു ആൻ എൻ്റർപ്രണർഷിപ്പ്, ഇതൊക്കെ കൂടിയിട്ടുള്ള ഫൈസൽ സിയോ അല്ലെങ്കിൽ ഫാസിൽ സിയോ എന്ന് പറഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്ത്, ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം അറിയണമെങ്കിലും ഈ ഒരു കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാം. അല്ലെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് സന്ദർശിച്ചാൽ നിങ്ങൾക്ക് അവിടെ ഡയറക്റ്റായിട്ട് വാട്സപ്പ് വഴി നിങ്ങൾക്ക് അവരെ കണക്ട് ചെയ്യാൻ പറ്റും. എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. ഒന്ന് ഇരിക്കുമ്പോൾ ഈ ഇരുത്തത്തിൽ നമ്മുടെ കംഫർട്ട് ഉണ്ടാവണമെങ്കിൽ ഫർണിച്ചർ നന്നാവണം. ഒന്ന് കിടക്കണമെങ്കിൽ നടുനിവർത്തി ഒരു ക്ഷീണം മാറ്റാൻ കിടക്കുമ്പോൾ ആ ഫർണിച്ചർ നന്നാവണം. ഒന്ന് ഇരുന്നിട്ട് ഒരു വർക്ക് ചെയ്യണമെങ്കിൽ
അത് ഫർണിച്ചർ നന്നാവണം. ഏതും നമ്മുടെ ജീവിതത്തിൽ ഏത് 360 ഡിഗ്രിയിലൊരു ദിവസം നമ്മൾ പോകുമ്പോൾ അതിലെല്ലാ സമയത്തും നമ്മളെ സന്തത സഹചാര്യം നിൽക്കുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ. ഹൈറ്റ് കൂടിയാലും കുറഞ്ഞാലും നമുക്ക് പ്രശ്നമാണ്. അപ്പോൾ അതെല്ലാത്തിലും നമ്മളുടെ ലൈഫിനെ കണക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ഫർണിച്ചർ. അങ്ങനെ ആ ഫർണിച്ചറിനെ സ്നേഹിച്ച് ഇന്നൊരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഫർണിഷിങ് ലോകത്തെ ഒരു വലിയ ഒരാളാണ്. പ്രത്യേകിച്ച് ഞാൻ പറയാൻ കാരണം ഫർണിച്ചർ വിൽക്കുന്നവരെല്ലാം പാഷനേറ്റ് ആവണമെന്നില്ല, ഒരു ബിസിനസ്സായിട്ട് മാത്രം കാണുന്നവരാണ്. അതിന് പകരം അത് മനസ്സിൽ താലോലിച്ച് ഒരു ഡ്രീമിന് പുറകെ പോയി ആ ഡ്രീം മറ്റുള്ളവരുടെ ഡ്രീമിനെ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന താങ്കൾ വലിയൊരു നന്മ കൂടിയാണ് ചെയ്യുന്നത്. എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. എല്ലാ ആശംസകളും. മുനീർ അൽവഫ് വിത്ത് ലവ്.